ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ്, പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് നന്നാവണം. പറഞ്ഞില്ല, വിവരില്ലായിരുന്നു. സിഹ്ർ ചെയ്യുകയായിരുന്നു പണി. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ടോ, ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു. മദീനയിൽ വന്നു. ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ഹബീബിന്റെ റൗളയാണിത്. ഹബീബിന്റെ റൗള കാണിച്ചപ്പോ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടി കതച്ച് കരഞ്ഞു നടക്കുന്നു. ആയിഷ ബീവി പറയുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് എന്തോ ദയാവായ്പ തോന്നിപ്പോയി. അത്രക്കും കരഞ്ഞു നടക്കുന്നു. എന്റെ റസൂല് മരിച്ചു പോയല്ലോ, എന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ. ആരോടാ റബ്ബേ ഞാൻ എന്റെ പരാതി പറയാ? വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. മുഅ്മിനീങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്, മുഅ്മിനീങ്ങൾക്ക് നബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്. ഹബീബായി നബി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് മദീനയിലൂടെ കരഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് നബിയെ ചോദിച്ചു വന്നതാണ്. ഹബീബായി നബിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ, ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്വ നൽകുമോ? സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൗബ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര്. കൈഫ അതൂബ്. സ്വഹാബിമാര് മുഴുവനും പേടിച്ചു പോയി. എന്താണ് ഈ പെണ്ണിനോട് പറയുക, എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത്? അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത്. അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ പറഞ്ഞു, ലൗകാന അബവാകി ഹയ്യൈൻ ഔ അഹദഹുമാ ലകാന യക്ഫിയാനിക്. പെണ്ണേ, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ തൗബ ചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു. ഇതാണ് സിഹറിന്റെ അപകടം. ആ സിഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത്, പരിഹാരമായി പറഞ്ഞത്, നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഖിദ്മത്ത് ചെയ്യണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്.